ഗൈസ് മോട്ടിപ്പാണ്. അപ്പൊ നമ്മൾ ഇന്ന് പ്ലസ് വണ്ണിലെ ചാപ്റ്റേഴ്സ് അല്ല ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പ്ലസ് വണ്ണിലെ ചാപ്റ്റേഴ്സ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ജെയിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, ജെയ് മീൻസിന്റെ ലാസ്റ്റ് സെഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എനിക്കൊക്കെ 27-ാം തീയതിയാണ് എക്സാം. അപ്പൊ പലർക്കും പല ഡേറ്റിലാണ് എക്സാം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 3-4 മിനിറ്റുള്ള വീഡിയോസ് മാത്രമേ ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ പറയും, അതിന്റെ ആൻസർ ചെയ്യേണ്ട രീതിയും പറയും, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യും, എന്നോടെ നിർത്തും. അപ്പൊ അതാണ് ഇനിയുള്ള വീഡിയോസ് ഉണ്ടാവുക 2-3 സ്റ്റേക്ക്. അതിനുശേഷം വീണ്ടും നമ്മൾ പ്ലസ് വണ്ണിലേക്ക് പോകാന്ന് വെച്ചാൽ 6-ാം തീയതി കണക്കിൽ നിങ്ങൾ എക്സാം വരുന്നത്. അപ്പൊ ആ സമയമാകുമ്പോഴേക്കുമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തൊട്ട് മുന്നത്തെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്റെ ഇൻസ്റ്റാഗ്രാം ID ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നേരെ അവിടെ നിന്ന് ക്ലിയർ ചെയ്യില്ല, ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ടിടും. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. കാരണം വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിന്റെ ആൻസർ ബാക്കിലേക്ക് കിട്ടാൻ പറ്റുന്നുള്ള രീതിയിലാണ് അങ്ങനെ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡൗട്ട്സ് ഉള്ളവർ ഇൻസ്റ്റയിൽ ഇടുക. അപ്പൊ മെസ്സേജ് അയച്ചാൽ ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഞാൻ താഴെ നമ്മൾ മറ്റേ പെട്ടിയിലിട്ട് തരും. അപ്പൊ ജസ്റ്റ് ഞാൻ വായിക്കാം. ലോക്കസ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ പോർഷൻ ബിറ്റ്വീൻ ദ ആക്സിസ് എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു പി എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു പാർട്ടാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന പാർട്ട്. അപ്പൊ ഞാനിവിടെ എടുത്ത് എഴുതാം, എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു പി. ഇതാണ് നമ്മളെ കയ്യിലുള്ള മെയിൻ ആയിട്ടുള്ള പാർട്ട്. ഇത് വെച്ചിട്ട് അവര് ചോദിക്കുന്നതെന്ന് വെച്ചാല് മിഡ് പോയിന്റ് ഓഫ് ദ പോർഷൻ ബിറ്റ്വീൻ ദ ആക്സിസ്, അതായത് ഇതാണ് ആ ആക്സിസ് എങ്കിൽ അതിൽ രണ്ട് ആക്സിസിന്റെ ഇടയിലുള്ള പോർഷൻ അതായത് ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. ഈ എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് കാണുമ്പോൾ തന്നെ തിരിയല്ലോ. ഈ സ്ട്രൈറ്റ് ലൈനിൽ എക്സ് അല്ല വൈ ആക്സിന് കട്ട് ചെയ്യുന്നത് ഈ പോയിന്റും എക്സ് ആക്സിന് കട്ട് ചെയ്യുന്നത് ഈ പോയിന്റും ആണെങ്കിൽ ഈ രണ്ട് പോയിന്റിന്റെയും മിഡ് പോയിന്റ് ഉണ്ടാവില്ലേ? അപ്പൊ ഈ മിഡ് പോയിന്റിന്റെ ലോക്കസ് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഈ ലോക്കസ് എന്ന് പറയുന്നത്. ഒരു സർക്കിൾ ഒരു ലോക്കസ് ആണ്. കാരണം വെച്ചാൽ ഒരു പോയിന്റിന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരുന്ന പോയിന്റ്സ് ചേർന്നിട്ടുള്ള ഒരു ലോക്കസ് ആണ് സർക്കിൾ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു പോയിന്റിന് 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ്സ് അടയാളപ്പെടുത്താൻ പറഞ്ഞു. അപ്പൊ ഒരു പോയിന്റിന് ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 5 5 5 5 5 5 അങ്ങനെ ഒരു 5 സെന്റിമീറ്ററിലെ പോയിന്റ്സ് എല്ലാം നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ലാസ്റ്റ് അതൊരു സർക്കിൾ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മൾ പറയാണ്, ഇപ്പൊ ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കോസ് ആൽഫ, ഈ ആൽഫക്ക് വേറെ വാല്യൂസ് കൊടുക്കുമ്പോ ഈ ലൈൻ എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. ലൈൻ എന്ത് ചെയ്യും? ഇങ്ങനെയാവും ചിലപ്പോ ലൈൻ, അപ്പൊ ഇങ്ങനെയാവും ചിലപ്പോ ലൈൻ. ഇപ്പൊ ഈ ഓരോ ലൈനിന്റെ മിഡ് പോയിന്റ് ഉണ്ടാവില്ലേ? ആ മിഡ് പോയിന്റിന്റെ ലോക്കസ് എങ്ങനെ പോകും. അപ്പൊ ആ പോകുന്ന സാധനത്തിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കണം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലോക്കസ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ പോർഷൻ ബിറ്റ്വീൻ ദ ആക്സിസ്, അതായത് ഈ ലൈനിന്റെ ഇക്വേഷനിൽ മറ്റേ രണ്ട് ആക്സിസിന്റെ ഇടയിൽ വരുന്ന സാധനത്തിന്റെ മിഡ് പോയിന്റുകൾ കണ്ടുപിടിക്കാം. ഈ മിഡ് പോയിന്റുകൾ ചേർന്ന് വരക്കുമ്പോൾ ഉണ്ടാകുന്ന ലോക്കസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പാത്തിലേക്ക് നോക്കാം, അതായത് ചെയ്ത വഴി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാല് നമുക്കറിയാം എന്താണ് ആക്സിസിന്റെ മിഡ് പോയിന്റ്, അതായത് ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ്. നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ലൈനെങ്കിൽ ഇതാണ് എക്സ് കട്ട് ചെയ്യുന്ന പോയിന്റ്, ഇതാണ് മറ്റേ എക്സ് കട്ട് ചെയ്ത പോയിന്റ്. അപ്പം ഇതെന്താണ് എക്സ് ഇന്റർസെപ്റ്റും ഇത് വൈ ഇന്റർസെപ്റ്റും ആണ്. എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും നോക്കിയതായിരിക്കില്ലേ? അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് ഇത്, വൈ ഇന്റർസെപ്റ്റ് ഇത്. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ആണ് ഇത് രണ്ടും. അപ്പൊ ഇത് എയും ഇത് ബി ആണ്. എ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഇത് എ ഡിസ്റ്റൻസ് ദൂരം, ഇത് ബി ഡിസ്റ്റൻസ് ദൂരെയാണ് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്നുള്ളതാണ് ഇന്റർസെപ്റ്റ് ഫോമിലുള്ള ലൈനിന്റെ സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ. അതായത് സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ വരും, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഈ സാധനം അങ്ങനെ ആക്കി മാറ്റാൻ പറ്റുമോ നോക്കാം. ഈക്വൽ ടു ആകുമ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? 1 ആണ് ഇവിടെ ഉള്ളത്. ഇത് 1 ആക്കാൻ വേണ്ടി പീനെ താഴേക്ക് എടുക്കാം. അപ്പൊ പീനെ താഴേക്ക് എടുക്കും. ഓക്കെ, എക്സ് കോസ് ആൽഫ ബൈ പി പ്ലസ് വൈ സൈൻ ആൽഫ ബൈ പി ഈക്വൽ ടു 1 ആയി. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ എങ്ങനെയായിരുന്നു? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. മോൾ കുറച്ച് മഴ ഫുൾ നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പൊ അതൊന്നും അതിന് വേർക്കുന്നുണ്ടോ? അപ്പൊ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഓക്കെ,
അപ്പം എക്സിന്റെ താഴെ ഒരു ടേമും വൈന്റെ താഴെ ഒരു ടേം ഈക്വൽ ടു 1 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എക്സിന്റെ കൂടെ ഒരു ടേം ഉള്ളത്. അപ്പൊ ഈ കോസ് ആൽഫനെ ഈ സൈൻ ആൽഫനെ നമുക്ക് എന്തെടുക്കാം, താഴേക്ക് എടുക്കാം. നമുക്കറിയാം ഈ സാധനം നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡിവൈഡ് ബൈ പി ബൈ കോസ് ആൽഫ എന്ന് എഴുതി കൂടെ. പി ബൈ കോസ് ആൽഫന്റെ കോസ് ആൽഫ മുകളിലേക്ക് പോയതാണല്ലോ എക്സ് കോസ് ആൽഫ ബൈ പി. അപ്പൊ ഇത് എക്സ് ഡിവൈഡ് ബൈ പി ബൈ കോസ് ആൽഫ എന്ന് എഴുതാം. പ്ലസ് വൈ ഡിവൈഡ് ബൈ പി ബൈ സൈൻ ആൽഫ എന്ന് എഴുതി കൂടെ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ ആണ് എക്സ് ഇന്റർസെപ്റ്റ്, പി ബൈ കോസ് ആൽഫ ആണ് എക്സ് ഇന്റർസെപ്റ്റ്. അതായത് എക്സ് ഇന്റർസെപ്റ്റിന് എക്സ് നിന്ന് എഴുതുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ കോസ് ആൽഫ. ഓക്കെ, y ഇന്റർസെപ്റ്റിന് y നിന്ന് എഴുതുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ സൈൻ ആൽഫ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് y ഇന്റർസെപ്റ്റ് എന്താണെന്ന് കിട്ടി, എത്രയാണ് എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ഈ പോയിന്റ്സിന് വാല്യൂ കൊടുക്കാം. ഞാൻ ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ താഴെ തന്നെ ഉണ്ടാവും, ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു തരും. അപ്പൊ ആ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി, ലോക്കസ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ പോർഷൻ ബിറ്റ്വീൻ ദ ആക്സിസ് എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ പി. ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിക്കണേ, ബാക്കി ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അത് നമുക്ക് നോക്കാം. വൈ ഇന്റർസെപ്റ്റും കിട്ടി, എക്സ് ഇന്റർസെപ്റ്റും കിട്ടി. എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ്, പി കോസ് ആൽഫ. പി പോയിന്റ് എന്ത് വരും, പി ഡിവൈഡഡ് ബൈ കോസ് ആൽഫ, പി ഡിവൈഡ് ബൈ കോസ് ആൽഫ കോമ 0 അല്ലേ ഈ പോയിന്റ്. ഈ വൈ ഇന്റർസെപ്റ്റിന്റെ പോയിന്റ് എന്ത് വരും, 0 കോമ പി ബൈ സൈൻ ആൽഫ എന്ന് വരും അല്ലേ. ഇത്തിരി മനസ്സിലായില്ലേ. അപ്പൊ ഇതിന്റെ സെൻട്രൽ പോയിന്റ് എന്താ വരിക, ഈ രണ്ടിന്റെയും മിഡ് പോയിന്റ് ഇത് നമ്മൾ എന്തെടുക്കുന്നു, x1 y1 എന്ന് എടുക്കുന്നു. അപ്പൊ ഈ x1 y1 ന്റെ ഇക്വേഷൻ ആയിരിക്കൂലേ ഞാൻ നേരത്തെ പറഞ്ഞ മിഡ് പോയിന്റിന്റെ ലോക്കസിന്റെ ഇക്വേഷൻ, x1 y1 ന്റെ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അത്രയും മനസ്സിലായി. ഇനി നോക്കും, ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് വരും പി കോസ് ആൽഫ പ്ലസ് 0/2 ഇതല്ലേ, x1 പ്ലസ് x2 ബൈ 2 അല്ലേ മിഡ് പോയിന്റ്. അപ്പൊ x1 എത്ര, പി കോസ് ആൽഫ, പി ബൈ സോറി പി അല്ല പി ബൈ കോസ് ആൽഫ, പി ബൈ കോസ് ആൽഫ പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോ 0 ഓക്കെ 0/1 ആണ് വരിക. 0 എന്നുള്ളത് 0/1 ഇൻറ്റു 1/2 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. ഓക്കെ, that is equal to p by cos alpha plus 0 എന്ന് വരും, p by cos alpha divided by 2. ഏറ്റവും ഇവിടത്തേക്ക് എഴുതാം, that is equal to p by 2 cos alpha. എന്താണ് p by 2 cos alpha, equal to x1, equal to x1. അപ്പൊ x1 ന്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ ഇത് വായിക്കുന്നേ, ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ സാധനം വായിക്കുന്നേ, വായിക്കുന്നേ. പിന്നെ ഈ ക്വസ്റ്റ്യന്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, p ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഈ പീനെ അങ്ങോട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പി ബൈ കോസ് ആൽഫ ബൈ 2 എന്നുള്ളത് പി ബൈ 2 കോസ് ആൽഫ എന്ന് എഴുതി. അപ്പൊ ഇവിടെ എഴുതാം, പി ബൈ 2 കോസ് ആൽഫ ഈക്വൽ ടു x1. ഓക്കെ, ഇനി ഇവിടെ നിന്ന് കോസ് ആൽഫക്ക് നമുക്കൊരു വാല്യൂ കിട്ടും. അതായത് ഈ 2 അവിടെ വെച്ചിട്ട് കോസ് ആൽഫ അങ്ങോട്ടേക്ക് പോവുക, x1 താഴേക്ക് വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കോസ് ആൽഫ ഈക്വൽ ടു p by 2x1 എന്ന് കിട്ടൂലേ. ഈ x1 ഇങ്ങോട്ടേക്ക് വരിക, ബൈ കോസ് ആൽഫ അങ്ങോട്ടേക്ക് പോകും, സാധാ കോസ് ആൽഫ ഈക്വൽ ടു p by 2x1 എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി ഇതേ സാധനം ഉപയോഗിച്ച് നമുക്ക് സൈന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ. നോക്ക്, ഇതേ സാധനമാണ് എടുക്കുന്നത്. ഇതില് y1 എത്ര വരിക, y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2 ആണ് y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പൊ ഇതാണ് 0 പ്ലസ് പി ബൈ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കൂലേ y1. എന്നുവെച്ചാൽ ഇതിന്റെ y ഇന്റർസെപ്റ്റ് പ്ലസ് ഇതിന്റെ y ഇന്റർസെപ്റ്റ് ഡിവൈഡ് ബൈ 2 ആയിരിക്കൂലേ അതിന്റെ മിഡ് പോയിന്റിന്റെ y ഇന്റർസെപ്റ്റ്. ഇത് ഈ y കോർഡിനേറ്റ് പ്ലസ് ഇതിന്റെ y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ 2 ആയിരിക്കൂലേ ഇതിന്റെ y കോർഡിനേറ്റ്. നമ്മളെ മിഡ് പോയിന്റ് ഫോർമുലയില്ലേ, അതൊന്നും അല്ലാത്ത ഒരു ബന്ധ. ഓക്കെ, അത് നോക്കും, 0 പ്ലസ് പി ബൈ സൈൻ ആൽഫ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു y1 കിട്ടി. അപ്പൊ നേരത്തെ ചെയ്ത പോലെ ഈ 2 കൂടെ കൊടുക്കാം. ഓക്കെ, 2 കൂടെ കൊടുക്കുമ്പോൾ എന്ത് വരും, പി ബൈ 2 സൈൻ ആൽഫ എന്ന് വരും. പി ബൈ 2 സൈൻ ആൽഫ y1 എന്ന് വരും. ഇവിടെ നമുക്ക് സൈൻ ആൽഫക്ക് ഒരു ഇക്വേഷൻ കിട്ടും, എന്ത്, സൈൻ ആൽഫ ഈക്വൽ ടു പി ബൈ 2y1 എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. സൈൻ ആൽഫ ഈക്വൽ ടു പി ബൈ 2y1, കോസ് ആൽഫ ഈക്വൽ ടു പി ബൈ 2x1 കിട്ടി. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ ഇതിനെ അങ്ങനെ സ്ക്വയർ ചെയ്ത് കൂട്ടി നോക്കാം. ഓക്കെ, സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു
പി സ്ക്വയർ ഡിവൈഡ് ബൈ 4 y1 ന്റെ സ്ക്വയർ y1 സ്ക്വയർ y1 സ്ക്വയർ. ഓക്കെ, അപ്പൊ കോസ് ആൽഫ ആൻഡ് കോസ് സ്ക്വയർ ആൽഫ എത്ര എഴുതാം? പ്ലസ് പി സ്ക്വയർ ഡിവൈഡ് ബൈ 4x1 സ്ക്വയർ. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നോക്കൂ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാ? 1. സോ 1 ഈക്വൽ ടു ഇവിടെ നിന്ന് പി സ്ക്വയർ ബൈ 4 ഇവിടെ നിന്ന് പി സ്ക്വയർ ബൈ 4 കോമൺ പുറത്തെടുത്തൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1 ബൈ x1 ഞാൻ ഫസ്റ്റ് എഴുതുന്നത് പ്ലസ് ആയില്ല, പ്രശ്നമുണ്ടല്ലോ. 1 ബൈ x1 സ്ക്വയർ പ്ലസ് 1 ബൈ y1 സ്ക്വയർ. ഇത് ഇങ്ങനെയാണോ നമ്മൾ ഉണ്ടാവുക? x1 ഉം y1 ഉം വെച്ചിട്ടുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ x1 y1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ x y ഇങ്ങനെ എഴുതിയാൽ മതി. അത് മാത്രമല്ല പി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇതിന്റെ സൈഡിലല്ല വരണ്ടേ, അപ്പുറത്തെ സൈഡിലാണ് വരണ്ടേ. അപ്പൊ ഈ പി എന്താണ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ 4 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ നമ്പർ ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് ഒക്കെ അപ്പുറം വെച്ചിട്ട് ഈ x1 എന്നുള്ളത് x ആയിട്ടും y1 എന്നുള്ളത് y ആയിട്ടും എഴുതിയാൽ നമുക്ക് എന്തായി? ലോക്കസിന്റെ ഇക്വേഷൻ ആയി. അത് മാത്രം ഞാൻ ഇവിടെ എടുത്ത് എഴുതുന്നു. 1 by x square plus 1 by y square that is equal to ഈ 4 മുകളിലേക്ക്, ഈ 4 ഇങ്ങോട്ടേക്ക് മുകളിലേക്ക്, that is 4 divided by p square മുകളിൽ p square ഇങ്ങോട്ടേക്ക് വരുമ്പോൾ by p square. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. 1 by x square plus 1 by y square equal to 4 by p square. അപ്പൊ അതാണ് ഇതിന്റെ ലോക്കസിന്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇത്തിരി ടഫ് വെച്ച് നല്ലോണം പഠിക്കുന്നവർക്ക് ടഫ് ഒന്നും ആയിരിക്കില്ല. അതായത് നമ്മളിപ്പോ ആവറേജിലുള്ളവർക്ക് ആവറേജ് കുറച്ച് മുകളിലുള്ള കുട്ടികൾക്ക് കുറച്ച് ടഫ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഈ ഓരോ സമയത്ത് ഏത് സ്റ്റെപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലാണ് കൺഫ്യൂഷൻ വരിക. അപ്പം ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാനിങ്ങനെ കൂടിപ്പോയാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ 8 മിനിറ്റ് മാക്സിമം വരും. അപ്പൊ അതിനനുസരിച്ച് വേഗം ചെയ്ത് പോകും. ഓക്കെ, ചെയ്ത് പഠിക്കാം. Girl about a 10, I should fuck her in a Benz.